ഇന്നത്തെ സ്പെഷ്യൽ നാടൻ മത്തങ്ങ കൊണ്ടുള്ളൊരു കറിയാണ്. നാടൻ മത്തങ്ങ മാത്രം ചേർത്തിട്ടുള്ളൊരു കറി, പയറൊന്നും ഇടുന്നില്ല. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: നാളികേരം, ഒരു മുറി നാളികേരം ചെരുകിയത്, 3 പച്ചമുളക്, പിന്നെ കടുക്, ഉപ്പ്, മുളക് പൊടി, നല്ല ജീരകം, കറിവേപ്പില. മത്തങ്ങ നന്നായി കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു ഇടത്തരം കഷ്ണങ്ങളാക്കി മുറിച്ച്, വീട്ടിലുണ്ടായ മത്തങ്ങയാണ്, അതുകൊണ്ട് തൊലി അധികം കളയുന്നില്ല. തൊലി നല്ല വിറ്റാമിൻ എന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് തൊലി വിഷമില്ലാത്ത മത്തങ്ങയാണ്, വീട്ടിലുണ്ടായ കാരണം. മത്തങ്ങ മാത്രം ഇട്ടിട്ടാണ് വെക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ എപ്പോഴും വെക്കുന്ന കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമായി മത്തങ്ങക്കറി. പഴയ കറി ആയതുകൊണ്ട് എല്ലാവരും, കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അധികം എരിവ് ഇടുന്നില്ലല്ലോ. കുക്കറിലല്ല വെക്കുന്നത്, സാധാരണ പാത്രത്തിൽ, അടുപ്പത്ത് വയ്ക്കുന്ന പാത്രത്തിൽ ആണ് വയ്ക്കുന്നത്. പാത്രത്തിൽ മത്തങ്ങ നുറുക്കിയെല്ലാം കഴിഞ്ഞു. ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് വെള്ളം, അധികം വെള്ളം ഒഴിക്കരുത്. മത്തങ്ങ മുങ്ങാനുള്ളൊരു വെള്ളം ഒഴിച്ച് മൂടി വെച്ച്, നാളികേരവും പച്ചമുളകും ജീരകവും നല്ല ജീരകവും കൂടി കറിവേപ്പിലയും ഇട്ട് മിക്സി നന്നായിട്ട് അരയ്ക്കുക. നല്ല ജീരകവും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കണം. മത്തങ്ങ വെന്തോന്ന് നോക്കുന്നു. ഇനി മത്തങ്ങയിലേക്ക് ഇപ്പോഴാണ് ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് 1/2 സ്പൂൺ ഇട്ട്, ഉപ്പും കൂടി, കല്ലുപ്പാണ് ഇടുന്നത്. ഒന്നും കൂടി അതിട്ടതിന് ശേഷം ഒന്നും കൂടി മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലും ഒരു പച്ചച്ചുവ മാവാൻ വേണ്ടി ഒന്നും കൂടി അടച്ച്, പാത്രം വെച്ച് അടച്ച് വേവിക്കുക. ഇനി വെന്തതിന് ശേഷം ഒരു തവ കൊണ്ട് നന്നായിട്ട് ഉടച്ച്, നന്നായിട്ട് ഉടയ്ക്കണം മത്തങ്ങ. ഇനി അരച്ച് വെച്ച കൂട്ടുകൾ അതിലേക്ക് ഒഴിക്കുക. അതെല്ലാം കൂട്ടി ഇളക്കി നന്നായി യോജിപ്പിച്ച് ചെറിയൊരു തിള വന്നതിന് ശേഷം ഇറക്കി വയ്ക്കുക. ഇനി അതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു ചട്ടി വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകും നല്ല ജീരകവും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് പാകമായി വെച്ച കറിയിലേക്ക് ഒഴിക്കുക, മത്തങ്ങ കറിയിലേക്ക്. അങ്ങനെ നമ്മുടെ പഴയകാല മത്തങ്ങക്കറി തയ്യാറായി. വളരെ സ്വാദിഷ്ടമായ കറിയാണ് മത്തങ്ങ. വെറുതെ കഴിക്കാനും നല്ലതാണ്. പയറൊന്നും ഇടാണ്ടല്ലേ വയ്ക്കുന്നത്, അതിന് ഗ്യാസൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അത് എരിവില്ലാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്.
ഈ മത്തങ്ങ കറി തയ്യാറായി. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കുറച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മത്തങ്ങ കറി. എല്ലാവരും